ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പറയുന്നത് സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് 15-ലേറെ പേർക്ക് പങ്കുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതനും പങ്കുണ്ട്. ഉന്നതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചായവുള്ള ആൾക്കല്ലേ അവിടെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ആർക്കെല്ലാം പങ്കുണ്ട്? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ശബരിമലയുടെ ചുമതല വഹിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ശബരിമലയ്ക്ക് പ്രത്യേക ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ് പത്തനംതിട്ടയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല. തീർത്ഥാടന കാലമാകുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ്, അതായത് 68-70 ദിവസം ശബരിമലയിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ എന്തായാലും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര കാലമായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ തുടരുന്നു, അന്നേരം മുതലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയൊക്കെ തന്നെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. പിന്നെ അവിടെ ശബരിമല ഡ്യൂട്ടിക്കായിട്ട് വരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ധാരാളം പേരുണ്ട്. അവരുമായിട്ടുള്ള ഇടപാടില്ലാതെ ഈ വക കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഈ CPM അനുഭാവികളായിട്ടുള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവരും പിന്നീട് ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ട് വരണം. ദേവസ്വം മന്ത്രിയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെല്ലാം ഇതിനകത്ത് പങ്കാളികളാകണമെന്നില്ല. പക്ഷെ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പത്മകുമാറിന്റെ മകനാണ് ഈ രുദ്രാക്ഷവും യോഗദണ്ഡും അറ്റകുറ്റപ്പണികൾക്കായിട്ട് എടുത്ത് ഏൽപ്പിച്ചതെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പത്മകുമാർ വലിയൊരു ശബരിമല ഭക്തൻ കൂടിയാണ്. പത്മകുമാറിന്റെ കുടുംബത്തിൽ വരുന്നവരാണ് കോനകത്ത് ജാനകിയമ്മ. കോനകത്ത് ജാനകിയമ്മയാണ് ഹരിവരാസനം എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഹരിവരാസനം ആരെഴുതി, കമ്പക്കുടിയാണോ കോനകത്ത് ജാനകിയമ്മയാണോ എന്നുള്ള കാര്യത്തിനകത്ത് തർക്കവും നിലനിൽക്കുന്നുണ്ട്. അത് വാദപ്രതിവാദം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പത്മകുമാർ അതൊക്കെ കൊണ്ടാണ് ഇതങ്ങ് തുറന്നു പറഞ്ഞത്. ആദ്യമേ പത്മകുമാർ യുവതി പ്രവേശ സമയത്തും കയറി ആദ്യം അങ്ങ് അടിച്ചില്ലേ, യുവതികൾ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെ പിന്നെ പിണറായിയുടെ നീരസത്തിന് പാത്രീഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ബന്ധം ഇങ്ങനെ അപ്പൊ ബോർഡ് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ചിലർക്കും വരാം. ഇപ്പൊ അന്നത്തെ എൻ വാസുവിന്റെ കാര്യം പറയുന്നുണ്ട്. എൻ വാസു ഡയറക്ടർ ബോർഡ് പ്രസിഡന്റായിട്ട് വന്നതല്ല, ദേവസ്വം കമ്മീഷണറായിട്ടും ഒക്കെ ഇരുന്ന് വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ പല കാര്യങ്ങളും അറിയാൻ കഴിയും. പക്ഷെ ആരിലേക്ക് പോകും അന്വേഷണം എന്നുള്ളതാണ്. ഈ ഉന്നതന്മാർ എന്നൊക്കെ പോറ്റി പറയുമ്പോൾ അവിടേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആ അന്വേഷണം അവിടെ വെച്ച് വഴിമുട്ടുമോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇത് വിജിലൻസ് എന്നൊക്കെ പറയുന്നു. ഈ വിജിലൻസ് ആരാ? പിണറായിയുടെ ആൾക്കാരല്ലേ, നമ്മുടെ വിജിലൻസ് അല്ലേ. അത് എവിടെ വരെ പോകും നമുക്കറിയാം. ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ മുമ്പത്തെ സ്വപ്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അകത്ത് കടന്നത് ആരാ? അല്ല, അപ്പോൾ സാറ് വിശ്വസിക്കുന്ന ഈ പോറ്റിയോട് കൂടി തന്നെ അവസാനിക്കും അന്വേഷണം? പോറ്റി ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. പോറ്റി വിളിച്ചു പറയുമെന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ, പോറ്റിക്കകത്ത് 1 വരെ ഇടി കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ. പോറ്റിയെടുത്ത് പറയാം, മര്യാദയ്ക്ക് ഇരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങി ഇല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തോടെ തന്നെ ഇല്ലാതാക്കി കളയും എന്ന് നമുക്കറിയാമല്ലോ. ആ കേഡർ പാർട്ടിയായ CPM-ന്റെ സ്വഭാവം തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് പോറ്റി പ്രത്യേകിച്ച് ഈ സാധാരണ ഒരിക്കലും ഈ പോറ്റിമാർക്കുണ്ടാകാത്ത ചില ഗുണങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള പോറ്റിമാരൊന്നും കള്ളന്മാരായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് വരുന്ന പോറ്റിമാരെല്ലാവരും തന്നെ വളരെ സ്വാധികരായിട്ടുള്ള നല്ല മനുഷ്യരായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ മറ്റ് പിന്നെ പോറ്റിമാർക്ക് കൂടി അപമാനം പോറ്റിയല്ലല്ലോ അവിടുത്തെ എത്തിപ്പെട്ടല്ലേ, മോഷ്ടിക്കാൻ വേണ്ടി അല്ല, ഈ ഒരു പരികർമ്മിയാണ്. അതായത് ഈ പരികർമ്മി എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട പോറ്റിമാരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ജോലികളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരപ്പെട്ട അല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സ്ഥാപനത്തില് ക്ലാസ് 4 ജീവനക്കാരന് ചിലപ്പോൾ വലിയ ഹോൾഡ് ഉണ്ടാവും. ഇപ്പൊ ചിലർ കണ്ടിട്ടില്ലേ, വലിയ ഒരു സെക്രട്ടേറിയറ്റിലൊക്കെ ചെന്നിട്ട് ഒരു ക്ലാസ് 4 ജീവനക്കാരനെ കണ്ടിട്ട് അതൊന്ന് ആ ഫയലൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുത്തു കഴിയുമ്പോൾ മറ്റു ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കാണുന്നതിലും എളുപ്പം
ഇവിടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുമെന്നുള്ളതാണ്. മറ്റേടത്താണെങ്കിലോ ഇതൊട്ട് വാങ്ങുകയുമില്ല, കാര്യമൊട്ട് നടക്കുകയുമില്ല, 50 തവണ ഇട്ട് നടത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ പരികർമ്മി എന്ന് പറയുന്ന ആള് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പലവട്ടം പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ തന്ത്രിയുടെയും മേൽശാന്തിമാരുടെയും അടുക്കൽ ചുറ്റിപ്പറ്റി നിന്നിട്ട് കേരളം വിട്ടു വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബിസിനസ്സുകാരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട തരത്തിൽ ശബരിമലയിലെ പ്രസാദവും എല്ലാ സൗകര്യങ്ങളും ദർശന സൗകര്യം കൊടുക്കും. 2 മിനിറ്റ് അവിടെ ശ്രീകോവിലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു യുഗം പോലല്ലേ. അപ്പൊ അതിലൊക്കെ ബന്ധം സ്ഥാപിച്ചെടുത്ത് പിന്നീട് ഫോൺ നമ്പർ വാങ്ങിച്ച് പിന്നീട് വരുന്നതിന് മുമ്പ് വിളിച്ചറിയിക്കും, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. ആ ബന്ധം അങ്ങനെ നിലനിർത്തി പോകും എന്നുള്ളതാണ്. പരികർമ്മിക്കെന്ന് പറഞ്ഞാൽ തിടപ്പള്ളിയിൽ ഭഗവാന്റെ നിവേദ്യം ഉണ്ടാക്കുന്ന ജോലി കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീകോവിലിനകത്ത് വരെ കയറാം. ഇങ്ങനെയുള്ള ആള് ശ്രീകോവിലിനകത്ത് കയറിയാൽ അവിടെ നിന്ന് പോലും പലതും എടുത്തുകൊണ്ട് പോയാലും അറിയത്തില്ല. ശ്രീകോവിലിനകത്ത് ക്യാമറ വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പല പൂജാപാത്രങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നതും അകത്തേക്ക് കയറുന്നതും ഒക്കെ. എന്തെങ്കിലും കൊണ്ടുപോയാൽ അതാണ് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ സ്വർണ്ണപ്പാളി മാത്രമേ ഉള്ളൂ. ഇനി എന്തെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട്. ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ തീർത്ഥാടന കാലവും മാസപൂജയ്ക്കും അല്ലാതെയും നട അടച്ചിരിക്കുകയാണ്. അവിടെ മേൽശാന്തിമാരുണ്ട് സന്നിധാനത്തും മാളികപ്പുറത്തും. അപ്പൊ ഇവർക്ക് സഹായികളുണ്ട്. അപ്പൊ ആ സഹായികൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. അപ്പൊ ഈ പരികർമ്മിക്കും അങ്ങനെ അവിടെ പോകാനുള്ള അവസരം ഉണ്ടായിരിക്കാം. പിന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോകാം. ശബരിമലയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളെ പോലുള്ള ഒരാൾക്ക് നട അടച്ചിരിക്കുന്ന സമയത്ത് പമ്പ വരെ പോകാം. പമ്പ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കടത്തിവിടത്തില്ല. അവിടെ ഗാർഡൊക്കെ നിൽപ്പുണ്ട്, വലിയ ഗേറ്റും ഒക്കെ ഉണ്ട്. പമ്പയിൽ വരെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിത്യപൂജയുണ്ട്. അവിടെ ചെല്ലാം, അവിടെ ബലിതർപ്പണമുണ്ട്, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ നട അടച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ പറയുന്ന ദേവസ്വത്തിലെ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ വേളയിലൊക്കെ തന്നെ സന്നിധാനത്ത് പോയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? അറിയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ മേൽശാന്തിമാരെ ചോദ്യം ചെയ്യണം. അവർ പുറപ്പെടാൻ മേൽശാന്തിമാരാണ്. അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടും എന്നൊക്കെ പറഞ്ഞാണ് പരികർമ്മി അവിടെ എത്തുന്നത്. അപ്പോൾ ആ മേൽശാന്തിമാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. കാരണം ആളില്ലാത്ത സമയത്ത് അവിടെ നിന്ന് പലതും കൊണ്ടുപോകാൻ എളുപ്പമാണ്. ആ കാലം മുതലാണ് ഇവരത് ശക്തി പ്രാപിച്ചിട്ടുള്ളത്. കോവിഡ് കഴിഞ്ഞ് അങ്ങോട്ട്, കോവിഡിന്റെ കഴിഞ്ഞ് കുറച്ചു കാലം തീർത്ഥാടകരുടെ തിരക്കധികമില്ലായിരുന്നു. മാസപൂജ സമയത്തൊന്നും ആരുമില്ലായിരുന്നു. ചില ഭക്തരൊക്കെ ഒറ്റയ്ക്കാണ് പടിയേറി ഇങ്ങനെ പോകുന്നത്. അവിടെ അങ്ങനെ ദർശനം നടത്തുമ്പോൾ ആരും പിടിച്ചു മാറ്റുന്നില്ല. കാരണം മനുഷ്യനുമായിട്ട് അകലം പ്രാപിച്ച് നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇത് കൂടുതൽ സൗകര്യമായിരുന്നു കോവിഡ് സമയത്ത്. പക്ഷെ നട തുറന്നിട്ടുണ്ട്. നട തുറക്കേണ്ട സമയങ്ങളിലെല്ലാം കോവിഡ് കാലങ്ങളിൽ തുറന്നിട്ടുണ്ട്. പൂജാകർമ്മങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ ഭക്തരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. ഈ സമയങ്ങളെല്ലാം അവർ മുതലെടുത്തു. നമുക്കറിയാലോ, കോവിഡ് കാലത്തായിരുന്നല്ലോ ഈ സ്വപ്ന സുരേഷ് തന്നെ ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയതൊക്കെ എന്ന് പറയുന്നത്. അവർ അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ പല മുതലെടുപ്പും നടത്തി. അത് തന്നെ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് ചോദ്യം ചെയ്തു വരുമ്പോൾ ഇങ്ങനെയുള്ള സമയത്തേക്ക് അത് പോകും. ക്യാമറയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. ക്യാമറയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതീവ സുരക്ഷാ മേഖലയാണ് ശബരിമല എന്ന് പറയുന്നത്. പൊന്നമ്പലമേട് അതീവ സുരക്ഷാ മേഖലയാണ്. 18 മലകളുണ്ട്. അതിൽ പൊന്നമ്പലമാടാണ് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള. അങ്ങോട്ട് ആരെയും കടത്തിവിടത്തില്ല. അതുപോലെ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം ഇത്രയധികം സ്വർണ്ണ പൂശി നിറഞ്ഞു നിൽക്കുന്ന ആ ക്ഷേത്രത്തിനകത്ത് ദേവസ്വം ബോർഡിന്റെ ചില ഗാർഡുകൾ മാത്രമേ ഉള്ളൂ അവിടെ ഈ നട അടച്ചിരിക്കുന്ന വേളകളിലൊക്കെ. അപ്പൊ ഇവർക്ക് ഇതൊരു വലിയ ഈ പകൽ സമയത്ത് പോലും അങ്ങ് എടുത്തുകൊണ്ട് പോകുന്ന ഒരിടമാക്കി ശബരിമലയെ മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇത് പുറത്തു വരുമ്പോൾ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.